സാറിന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളെല്ലാം ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. അല്ലേലും എനിക്ക് തീർത്തിട്ട് അടുത്ത വർക്ക് തുടങ്ങാനുള്ളൂ. എൻ്റെ കഥ പുറത്തിറങ്ങുമ്പോൾ അതിനൊരു പൂർണ്ണത വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എൻ്റെ മരണം വരെയുള്ള കാര്യങ്ങൾ അതിലുണ്ടായേ പറ്റൂ. അപ്പൊ സാറിന്റെ കാലശേഷം മാത്രമേ ഇത് പുറത്തിറങ്ങാൻ പാടുള്ളൂ. ഈ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന വിവാദങ്ങളെ കുറിച്ച് സാറിന് പേടിയുണ്ടല്ലേ? അതിർത്തിയിൽ കാണിച്ചിട്ടുള്ള പോരാട്ട വീര്യമൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ടു പോയോ സാറേ? അതിർത്തിയിൽ ഒപ്പം നിൽക്കാൻ കരളുറപ്പുള്ള സഹപ്രവർത്തകരുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. ചീറിപ്പായുന്ന വെടിയുണ്ടകളെ പോലും കാണാൻ പ്രാപ്തി ഉണ്ടായിരുന്ന ആ കണ്ണുകൾക്ക് ഈ പേടിയുടെ അലങ്കാരം തീരെ ചേരുന്നില്ല സാറേ. പുറത്തു നടക്കുന്നതിലും വലിയ യുദ്ധങ്ങളാ ഉള്ളിൽ നടക്കുന്നത് എന്റെ മനസ്സിൽ. സാറേ, ഇനി സാറിന്റെ മരണം വരെയുള്ള ഭാഗങ്ങൾ ഞാൻ സ്വയം എഴുതണമെന്നാണോ? അതിന്റെ ചെലവെത്രയാന്ന് പറഞ്ഞാ മതി. ആ മരണവണ്ടിയുടെ വരവം നോക്കി കാത്തിരിക്കാൻ താൻ എനിക്കൊരു കൂട്ടാകുമല്ലോ. സാറ് പറഞ്ഞ കഥകളെല്ലാം ഞാൻ എഴുതി പൂർത്തിയാക്കി. ഇനി ഞാൻ സ്വയം എഴുതാൻ പോകുന്ന ചെറിയൊരു ഭാഗം, കേണൽ കാർത്തികേയന്റെ ജീവിതകഥയിലെ അവസാനത്തെ അധ്യായം. കേണൽ സാറേ, ഇന്നത്തെ അഭ്യാസം നേരത്തെ നിർത്തിയോ? ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഓണത്തിന് മകനും കുടുംബവും കൂടെ യുകെന്ന് വരിക. അതിന് കുറച്ച് തയ്യാറെടുപ്പൊക്കെ ഉണ്ട്. ശിവൻകുഞ്ഞ് വരുന്നുണ്ടോ? അപ്പൊ ഈ ഓണം കേമോ ആവുമല്ലോ. ഫോണിക്കൂടെ കാണുന്നതല്ലാതെ അവനെ നേരിട്ട് കണ്ടിട്ട് എത്ര കാലമായി? കുറച്ചു നാൾ കാണുമോ ഇവിടെ? 3-4 കൊല്ലം കൂടി വരുന്നതല്ലേ, ചിലപ്പോ കാണുമായിരിക്കും. ഞാൻ ആ വഴിക്കാ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട. നിനക്കിതുവരെ എണീക്കാറായില്ലേ അംബികെ? മണി 8 ആയില്ലേ? ഇങ്ങനെ മടി പിടിച്ച് കിടന്ന എങ്ങനെയാ? രാവിലെ വല്ലാത്തൊരു തലവേദന. 2 ദിവസം കഴിഞ്ഞാൽ പിള്ളേരിങ്ങ് വരികയല്ലേ, പിന്നെ അവരുടെ പുറകെ ഓടിപ്പോയി നടക്കേണ്ടതല്ലേ? ഇന്നലെ ശിവൻകുഞ്ഞ് വിളിച്ചായിരുന്നു. അതിനവനെല്ലാ ദിവസവും വിളിക്കാറുള്ളതല്ലേ. അവന്റെ കമ്പനിയിൽ എന്തോ അത്യാവശ്യമാണ്, അവന് ഉടനെ വരാൻ പറ്റത്തില്ലെന്ന്. നീ ഇപ്പൊ കിടക്കുന്നുണ്ടോ? ഞാനൊരു വഴിക്ക് പോയിട്ട് വരാം. എവിടെ പോവാ? ഞാൻ ആ രാജേന്ദ്രനെ ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ പോയി ആ പാവത്തിനോട് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. കാശ് കടം വാങ്ങി മുങ്ങി നടക്കുന്നവനാണോ പാവം?
അയ്യോ, സാറിന് ഒരു മുന്നറിയിപ്പില്ലാതെ ഒന്ന് വിളിച്ചിട്ട് വരാമായിരുന്നു. ആ ഫോണെന്ന് എടുത്ത് നോക്ക, എത്ര മിസ്സോള് വന്ന് കിടപ്പെടുന്നത്. എൻ്റെ ഫോണിൽ കോളൊന്നും വന്നിട്ടില്ല സാറേ. ആ, സാറ് കേട്ടത് എക്സ്ചേഞ്ച് വല്ലായിരിക്കും. തന്നെ അങ്ങോട്ട് കണ്ടിട്ട് കാലം കുറേ ആയല്ലോടൂ. പ്രസവം കഴിഞ്ഞ് മോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ തിരക്കും പണിത്തിരക്കും എല്ലാം കൂടെ ആയപ്പോൾ ഇന്നലെ മോളെയും കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചാക്കി. ഇനി ഞാൻ ഫ്രീയാ, എപ്പോൾ വേണമെങ്കിലും എനിക്ക് വരാമല്ലോ. മിനി എന്തിയെ? അവള് തൊഴിലുറപ്പിൻ്റെ പണിക്ക് പോയതാ. സാറ് വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഞാൻ ആരെയും സർക്കാർ സ്വീകരിക്കാമെന്നല്ല. എൻ്റെ പൈസ എങ്ങനെയാ ഞാൻ പൊക്കോളാം. സാർ, എനിക്ക് കുറച്ച് സാവകാശം കൂടെ തരണം. ഈ വീടിൻ്റെ കച്ചവടം ഏകദേശം റെഡിയായിട്ടിരിക്കുക. ഓണം കഴിച്ചാൽ എഗ്രിമെൻറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കിട്ടാതെ എനിക്ക് ഒരു നിവൃത്തിയില്ല. രാജാ, നിനക്കിനി ഈ വീട് മാത്രമല്ലേ ഉള്ളൂ. അതുകൂടെ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാനാ? മക്കളെ മൂന്നിനെയും കെട്ടിച്ചു വിട്ടില്ലേ. ഇനി സ്വന്തം വീടെന്ന ആഡംബരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വാടക വീടായാലെന്നാ ഇതുപോലെ കടക്കാരെ പേടിക്കാതെ മനസ്സമാധാനത്തോടെ ഉറങ്ങാമല്ലോ. സാറ് വാ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. രാജാ, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും തന്നോട് ഞാൻ കാശിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് തന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വേണ്ട. കടമായി ഞാനൊന്നും തന്നിട്ടുമില്ല. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഇതിന്റെ പേരിൽ എന്നെ എങ്ങനെ അവഗണിക്കുന്നു? സാർ എന്തായി പറയുന്നേ? എനിക്കൊരു പ്രയാസം വന്നാൽ എൻ്റെ മകൻ എന്നോട് കാണുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. ഞാനൊന്ന് നിലവിളിച്ചാൽ പോലും കേൾക്കാത്തത്ര അകലെ പോയി കിടക്കുവാ അവന്. എനിക്ക് ഈ മണ്ണിൽ ആകെ ഒരു ആശ്രയം താൻ മാത്രമാണ്. രാജേന്ദ്ര, ഇതിനു മുമ്പ് ഞാൻ തന്നോട് ഇത് പറഞ്ഞിട്ടുള്ളതോ? എന്റെ പൊന്നു സാറേ, സാറിന് ഇനി എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ടാവും. എന്നാ ഞാൻ പൊക്കോളാം. സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? ആ കാറ് വീണ്ടും വന്നിട്ടുണ്ട്. ഹലോ രാജേട്ടാ. ശിവ, അച്ഛൻ ഇവിടെ വന്നായിരുന്നു. എന്തിനാ രാജേട്ടാ? ആ കാറ് വീണ്ടും വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. സാറിനാകെ വല്ലാത്തൊരു പേടി പോലെ. രാജേട്ടാ, എന്ത് വന്നാലും അച്ഛൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ ഒന്നേ വേണ്ടത് ചെയ്യാം. കേണൽ സാറിന്റെ മുഖം എന്താ കടന്നില് കുത്തിയ പോലെ ഇരിക്കുന്നേ? ആ രാജ്യത്തിന്റെ മേൽ വല്ല വഴക്കം ഉണ്ടാക്കിയോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എനിക്കൊരു പരാതിയുണ്ട്. രാവിലെ മുതൽ ഒരു കാറ് വന്ന് എൻ്റെ വീടിന് മുമ്പിൽ കിടക്കുക. കാറിന്റെ നമ്പര് DL1BB 4427. പുറത്തൊക്കെ ആറ് വന്ന് കിടക്കുന്ന കാര്യം നിങ്ങളെന്താ എന്നോട് പറയാത്തത്? പറഞ്ഞിട്ടെന്താ കാര്യം? വെറുതെ നിന്നെ കൂടെ വിഷമിപ്പിക്കാമെന്നല്ലാതെ.
കേണൽ സാറിനെ ഇങ്ങനെ ഈ സമയത്ത് പച്ചയ്ക്ക് കാണാറില്ലല്ലോ. കോട്ട കിട്ടിയതൊക്കെ നേരത്തെ തീർത്തോ? ഞാൻ കള്ളും കുടിച്ച് മദ്യം പിടിച്ച് കിടന്നാൽ ഈ വീടിനാരാമ്പിക കാവല്? ഈ വീടിന് കാവലോ? ഈ പാതിരാത്രിക്ക് ആര് വരാനേ ഇങ്ങോട്ട്? നിങ്ങളിവിടെ ഇത് എന്നാ കാണിക്കുക? നിങ്ങൾ എന്തിനാ എപ്പോഴും ഈ പുറത്തോട്ട് നോക്കി നിൽക്കുന്നത്? എനിക്കൊന്ന് കിടക്കണം. നീ എന്താ നേരത്തെ കിടക്കുവാണോ? എനിക്കിന്നെന്താണോ വല്ലാത്തൊരു തലവേദന. മോനോട് പറഞ്ഞിട്ടുണ്ട് ആ ഡോക്ടറോട് ഒന്ന് വരാന്. അതിന് ഈ നാട്ടിൽ വേറെ ഡോക്ടർമാരാരുമില്ലേ? അവന് സാധാരണ ചികിത്സയൊന്നും അറിയത്തില്ല. അവൻ ചികിത്സിച്ചാ നമ്മളീ പരുവായത്. നിങ്ങളിങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാതെ. ഒന്നുമല്ലല്ലോ, അവൻ നമ്മുടെ മോന്റെ കൂട്ടുകാരനല്ലേ. എനിക്ക് അവനെ ഒന്ന് കണ്ടാ മതി, എന്റെ പാതി അസുഖം മാറും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പിന്നെ നീ എന്താ ചെയ്യും? സാർ തന്നെ ഇത് ചെയ്തെന്ന് തന്നെ ഉറപ്പ്? ഇവിടെ വേറെ ആർക്കാ കേട്ടോ തോക്കുള്ളത്? ആ, എന്നാ ഞാനൊന്ന് ചോദിക്കാം. പക്ഷെ സാറാണ് ഇത് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ രാജേന്ദ്ര, വന്ന കാലല്ലേ നിന്ന് കളഞ്ഞത്? അനിയാച്ചൻ പുറത്തു വന്നിട്ടുണ്ട്. അതെന്താ അവിടെ നിർത്തിയിരിക്കുന്ന? അകത്തോട്ട് വിളിക്കാമായിരുന്നില്ലേ? അയാളുടെ പശുവിനെ ആരോ വെടിവെച്ചെന്ന്. പശുവിനെ ആരെങ്കിലും വെടിവെക്കൂ? അതുപോലെ പിന്നിൽ വരുന്നതായിരിക്കും. അയ്യോ, താൻ പോലീസിൽ ഒരു പരാതി കൊടുക്കും. അതല്ലാതെ മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. പശു പോയത് പോയി. കാർത്തിക സാറിന്റെ ഔദാര്യവാ ഞങ്ങളുടെ ജീവിതം എന്ന് അപ്പൻ എപ്പോഴും പറയുമായിരുന്നു. അപ്പന്റെ ദൈവമായിരുന്നു കാർത്തിക സാറ്. അപ്പന്റെ ദൈവം മക്കളുടെ കൂടെ അല്ലേ? പശുവിനെ കുഴിച്ചിടാൻ ഞാനും വരാം. ആ, ഞാൻ ഇന്നലെ ഒരു പരാതി തന്നിട്ട് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ആ, അതിന് ഞാൻ DGPക്ക് നേരിട്ട് പരാതി കൊടുക്കണോ? അതിന് ഇനി എല്ലാരും ചത്തിട്ട്
പോലീസ് സ്റ്റേഷനിൽ നിന്നാ ഇവിടുന്നല്ലേ ഒരു പരാതി തന്നെ? പരാതി തന്നിട്ട് 2 ദിവസമായി. SI സാർ വണ്ടിയിലിരിപ്പുണ്ട്, ആ ഗേറ്റ് ഒന്ന് തുറക്കണം. സാറിന് കാലിന് വല്ല വയ്യാകിയുള്ള ആളാണോ? 10 മീറ്റർ നടക്കാൻ മേലെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കാൻ വരേണ്ടത് യൂണിഫോമില്ല. യൂണിഫോമിൽ വേണോ തുണിയില്ലാതെ വേണോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. വിട്ടേക്ക്, ഞാൻ യൂണിഫോമില്ല, എനിക്ക് അന്വേഷിക്കാലോ. ആ കേറി വാ. ഞാൻ സെക്രട്ടറിയോട് സംസാരിച്ചായിരുന്നു. കൃത്യമായ ഇൻകം പ്രൂഫ് ഇല്ലാതെ ഇപ്പം ലോൺ പാസ്സാകാൻ വലിയ പാടാന്നാ പറയുന്നത്. വേറെ പോകാൻ വഴിയൊന്നുമില്ലേ? കുറച്ച് സ്വർണം വല്ലതും ഉണ്ടെങ്കിൽ ഗോൾഡ് ലോൺ ആയിട്ട് തരാന്നാ പറഞ്ഞു. എങ്ങനെയാലും കുറച്ച് സ്വർണം സംഘടിപ്പിക്കും. രാജേന്ദ്ര, കേണലിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അവിടെ ഒരു പോലീസ് വണ്ടി വന്ന് കിടക്കുന്നത് കണ്ടു. ഒരു പോലീസ് വണ്ടി. എന്നാലേ എന്നെ അങ്ങോട്ട് വിട്ടേ. സാറ് പറഞ്ഞ വണ്ടി നമ്പർ ആരുടെയാണെന്നറിയാൻ ഞങ്ങളൊരു ശ്രമം നടത്തി. ആ നമ്പറിൽ ഒരു വണ്ടിയില്ല. അങ്ങനെ ഒരു വണ്ടി നേരത്തെ ഉണ്ടായിരുന്നു. അന്ന് അതിന്റെ ഓണറുടെ പേര് VS കാർത്തികേയൻ. അതെന്റെ പേരില്ല. നിങ്ങൾ പറഞ്ഞതേ നിങ്ങളുടെ പഴയ വണ്ടിയുടെ നമ്പരാ. മിസ്റ്റർ കാർത്തികേയൻ, നിങ്ങൾ എന്താണ് ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? സാർ ഒന്ന് പുറത്തേക്ക് വരാമോ? കാർത്തികേയൻ സാർ കുറച്ച് മാനസിക പിരിമുറുക്കങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഈ കാറിന്റെ കഥയൊക്കെ പുള്ളിയുടെ തോന്നല സാറേ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ സാറേ, ഇത് വല്ല വട്ടു കേസുമായിരിക്കും. ഇപ്പറയുന്ന കാറ് പണ്ട് ശ്രീനഗറിൽ വെച്ച് സ്ഫോടനത്തിൽ തകർന്നതാ. പത്രത്തിലൊക്കെ വലിയ വാർത്തയായ സംഭവം സാറേ. തീവ്രവാദികളാ ബോംബ് വെച്ചത്. ആയുസിന്റെ ബലം കൊണ്ട് സാറും ഭാര്യയും മകനും കാറിൽ നിറങ്ങിയപ്പോഴായിരുന്നു സ്ഫോടനം. പക്ഷേ കാറിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകള് അവരുടെ കൺമുന്നിൽ വെച്ച് പൊട്ടിച്ചെറി. അന്ന് സ്ഫോടനം നടക്കുമ്പോൾ കാറിന് വളരെ അടുത്താണ് മാഡം നിന്നിരുന്നത്. മാഡത്തിനും കാര്യമായ പരിക്ക് പറ്റി. ഇപ്പോഴും വീൽചെയറില്ല. ജീവിതത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടായെങ്കിലും അന്നൊക്കെ സാറ് പിടിച്ചു നിന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് കാര്യമായ മനപ്രയാസം ഉണ്ടാവുമ്പോൾ കാര്യങ്ങളെല്ലാം സാറിൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും. ഇപ്പൊ ആരാ ഇങ്ങേരുടെ മനസ്സ് വിഷമിപ്പിച്ചേ? അകത്തോട്ട് കയറി പോരാം. ആ ഫ്രെഡി, എന്താ ഈ വഴിക്ക്? അയ്യോ, ആന്റിക്ക് വീണ്ടും തലവേദനയാന്ന് ശിവപ്രസാദ് വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാ. ഇവിടെ ആർക്കെന്ത് രോഗം വന്നാലും വട്ടിന്റെ ഡോക്ടറാണല്ലോ വന്ന് ചികിത്സിക്കുന്നത്. അവളകത്തുണ്ട്. വേറെ കൊള്ളാവുന്ന ഡോക്ടർമാരൊന്നും മോന് കൂട്ടുകാരായിട്ടൊന്നും ഇല്ലല്ലോ. അങ്കിളെ, ഇപ്പൊ ഇവിടെ വല്ല വിരുന്നുകാർ വല്ലവരും വന്നായിരുന്നോ? ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ഒരു പഴയ അംബാസഡർ കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. ആന്റി എന്നാ ഈ സമയത്ത് ഇങ്ങനെ കിടക്കുന്നേ? അല്ല വയ്യാഴികയാണോ? എനിക്ക് ആകെയുള്ള ഒരു വിനോദം ഈ കിടപ്പ് മാത്രമല്ലേ മോനെ. ശരീരത്തിനേക്കാളും തളർച്ചയാ മനസ്സിന്. ആൻസിയും മോനും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? അങ്കിളിന്റെ അവസ്ഥ ഇച്ചിരി മോശമാണല്ലോ ആന്റി. ആന്റി വിഷമിക്കണ്ട. തൽക്കാലം നമുക്ക് ഈ ഗുളിക കൊടുക്കാം.
കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ BP യുടെ മരുന്നിൻ്റെ സ്ട്രിപ്പിൽ ഉറക്ക ഗുളിക. ഇതിലൊരെണ്ണം കഴിച്ചാൽ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ വന്നോളും. അതിന് ഇങ്ങേര് 3-4 ദിവസമായിട്ട് ഗുളികയൊന്നും കഴിക്കുന്നില്ല മോനെ. ആൻറ്റി അതെങ്ങനെയും കഴിപ്പിക്കണം, അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും. എനിക്കല്പം തിരക്കുണ്ട് ആൻറ്റി, ഞാൻ വൈകിട്ട് ഇതിലെ വരാം. ഓക്കെ. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞോ? മോൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. ചാകുന്നതിന് മുമ്പ് അവനെ എനിക്ക് ഒന്നുകൂടെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് മോൻ കൂട്ടുകാരനോടൊന്ന് പറയണം. മോനെ, എനിക്കറിയാം മോൻ ചികിത്സിക്കാൻ വന്നത് അവളെയല്ല, ഈ അങ്കിളിനെയാണെന്ന്. ഞാൻ ചികിത്സയോട് സഹകരിക്കാൻ മോനെ. ചികിത്സ തുടങ്ങാറായോ സാറേ? രോഗമുള്ളവരല്ലേ രാജേട്ടാ ചികിത്സിക്കാൻ സാധിക്കൂ. ഡോക്ടർ പറഞ്ഞത് നേരെ. സാറിന് കുഴപ്പമൊന്നുമില്ല. ശിവനെ കാണാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് സാറ് പറയാറുമുണ്ട്. സാറിൻ്റെ മുഖം എന്നാ വല്ലാണ്ടിരിക്കുന്നത്? ഞാൻ ചത്താ പോലും എൻ്റെ മകനൊന്ന് വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയിലിടും. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. കർമ്മം ചെയ്യാൻ ഞാൻ ബംഗാളികളെ ഏർപ്പാടാക്കി തരാം. ഹലോ, അച്ഛനെങ്ങനെയുണ്ട് റെഡ്ഡി? മരുന്ന് കൊണ്ടുള്ള ചികിത്സകൾക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ശിവപ്രസാദേ. ഇപ്പോൾ ഇവിടെ ആവശ്യം നിന്റെ സാന്നിധ്യമാണ്. നിന്റെ അച്ഛനെ നിനക്കിവിടെ വേണമെങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ഞാൻ വരാം റെഡ്ഡി. ഹലോ, ചത്തൊന്ന് അന്വേഷിക്കാൻ എന്നും വിളിച്ച് കാശ് കളയണമെന്നില്ല. ചാകുമ്പോ ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചറിയിക്കും. ഞാൻ ഓണത്തിന് വരുന്ന കാര്യം പറയാൻ വിളിച്ച അച്ഛാ. അതിന് ഓണത്തിന് ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. എന്തായാലും തിരുവോണത്തിന് ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടാവും. അച്ഛനോട് എന്താ പറഞ്ഞത്? വീണ്ടും ആ പാവത്തെ പറ്റിക്കാനുള്ള പരിപാടിയാണോ? ഇപ്പൊ ഞാൻ അവിടെ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ് അഞ്ജലി. ശിവൻ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നത്? ഇവിടുത്തെ അവസ്ഥ എന്നാണെന്ന് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ. എന്നിട്ട് ഇങ്ങനെ ഒന്നും സംസാരിക്കരുത് അഞ്ജലി. ഇത്തവണത്തേക്ക് നീനോടൊന്ന് ക്ഷമിക്ക്. ഇല്ല, ഇപ്പോഴെന്തായാലും ശിവൻ പോകുന്നില്ല. ഞാൻ വിടത്തില്ല. ഹലോ അമ്മേ. മോനെ, അച്ഛനായിട്ട് ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. നീ വരുമെന്ന് പറഞ്ഞിട്ട് വരാതിരുന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. എന്നും പറയുന്ന പോലെ അല്ലമ്മ, ഈ ഓണത്തിന് എന്തായാലും ഞാൻ അവിടെ ഉണ്ടാവും. നമ്മളൊന്ന് ഓക്സ്ഫോർഡിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് എത്ര സന്തോഷത്തോടു കൂടി ജീവിച്ചതെന്ന് ശിവൻ ഓർക്കുന്നുണ്ടോ? ഉണ്ടായിരുന്ന നല്ലൊരു ജോലിയും കളഞ്ഞിട്ട് ഇമ്പോർട്ടിംഗ് ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ശിവൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഞാൻ നാവെന്ന് പറഞ്ഞതല്ലേ വേണ്ട വേണ്ട എന്ന്. നമുക്കിവിടെ നല്ലൊരു വീടുണ്ടായിരുന്നതല്ലേ. ഈ സാഹസത്തിന്റെ ഇടയ്ക്ക് നമുക്ക് അതും നഷ്ടപ്പെട്ടില്ലേ? സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഞാൻ ഒന്നിനും ശിവനെ കുറ്റപ്പെടുത്തുന്നില്ല. സാഹചര്യങ്ങളെല്ലാം നമുക്ക് എതിരായിരുന്നു. പക്ഷെ നമ്മൾ എത്ര EMI പെൻഡിങ് ആക്കിയെന്നതിനെ കുറിച്ച് ശിവന് വല്ല ബോധ്യമുണ്ടോ? നമ്മുടെ കമ്പനിക്കെതിരെ നടക്കുന്ന കേസുകളെ കുറിച്ച് ശിവന് വല്ല ധാരണയുണ്ടോ? ശിവൻ നാട്ടിൽ പോയി ഓണമൊക്കെ ആഘോഷിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞാനിവിടെ ജയിലിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്നെ വിട്ടേക്ക്. നമ്മുടെ മക്കളെ ഓർത്തിട്ടെങ്കിലും ഞാൻ പറയുന്ന ഒന്നനുസരിക്ക്. ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ ലയബിലിറ്റി എല്ലാം ചേർത്ത് ഹയർ ചെയ്യാനായിട്ട് ഒരു ടീം റെഡിയല്ലേ? ദൈവം തന്നെ ഈ ചാൻസ് കളഞ്ഞിട്ട് ശിവന് നാട്ടിൽ പോകേണ്ട എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല. നിന്റെ അച്ഛനും അമ്മയും നിന്റെ ഒരേ ഒരു ബ്രദറിന്റെ കൂടെ ഈ രാജ്യത്ത് തന്നെയല്ലേ. അതുകൊണ്ട് തന്നെ എന്റെ അവസ്ഥ നിനക്ക് പറഞ്ഞ മനസ്സിലാകത്തില്ല അഞ്ജലി.
സുധാകരനല്ലേ? ഇത്തവണത്തെ ഓണം എവിടെയാ? അടിപൊളിയായിട്ട് നമുക്ക് ആഘോഷിക്കണം. എല്ലാവരും തലേദിവസം ഇങ്ങനെ വന്നേക്കണം. കർക്കിടകത്തിലെ ആകാശം പോലെ കിടന്നിട്ട് എന്റെ മുഖം വരെ തെളിഞ്ഞു. എന്നിട്ട് നിന്റെ മുഖത്തെന്താ ഇതിന്റെ തീരെ വെളിച്ചമില്ലാത്തത്? ഓണത്തിന് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും വരും. കോടിയുടുപ്പും ആർഭാടും എല്ലാം വേണ്ടത് വെക്കാം. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും തിന്നാനെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? അത് നമ്മുടെ ഓണം ഇവിടെയല്ലേ. തലേന്ന് തന്നെ എല്ലാരും ഇവിടെ കണ്ടേക്കണം. ആ രാജേന്ദ്ര, താൻ നാളെ കുറച്ച് നേരത്തേക്ക് വരണം. നമുക്ക് ക്യാൻറ്റീനിലൊക്കെ ഒന്ന് പോണം. കോട്ടാൻ മേടിക്കാനാണോ സാറേ? സാറ് വീണ്ടും വെള്ളമടി തുടങ്ങാനാണോ? എടോ, ഓണമൊക്കെ അല്ലേടോ. ഇപ്പോഴാ സാറേ എന്റെ മനസ്സൊന്ന് തെളിഞ്ഞത്. വീടെല്ലാം മൊത്തം മുഷിച്ചു. ഓണത്തിന് മുമ്പ് ഒന്ന് പെയിന്റ് അടിക്കണം. അതിനി ഓണത്തിന് 2 ദിവസമല്ലേ ഉള്ളൂ. മറ്റന്നാൾ എയർപോർട്ടിലോട്ട് ഒരു ഓട്ടോ ഉണ്ട്. മക്കള് പോകുന്നതിനും വരെ വണ്ടിക്ക് വേറെ ഓട്ടോ ഒന്നും പിടിക്കണ്ട. ഈ വലിയ വണ്ടി തന്നെ ആയിക്കോട്ടെ. എടാ, മദ്രാസിൽ ഓണമൊന്നും ഇല്ലല്ലോ. താൻ ഇങ്ങോട്ട് വാ, എന്റെ മോൻ വരുന്നുണ്ട്. നമുക്ക് ഓണം ഇവിടെ അടിപൊളിയായിട്ട് ആഘോഷിക്കാം. ശിവൻ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തോ എല്ലാം ഉണ്ടോ എന്ന്. ഏതായാലും ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ശിവൻ ഇവിടെ കാണില്ലല്ലോ. അഞ്ജലി, നീ വിഷമിക്കണ്ട. ഈ കഥയിലെ വില്ലന്റെ റോള് നിന്നേക്കാൾ എനിക്കാ ചേരുന്നത്. ഓണത്തിനുള്ള പച്ചക്കറിയും സാധനമൊക്കെ നാളെ വാങ്ങിയാൽ പോരെ? മറ്റന്നാളല്ലേ ഓണം. നമുക്ക് ഇന്ന് തന്നെ വാങ്ങിയേക്കാം. നാളെ കടകളിലെല്ലാം വലിയ തിരക്കായിരിക്കും. അല്ലെങ്കിൽ താൻ നാളെ പോയി പിള്ളേർക്കും കൊച്ചുമക്കും എല്ലാവർക്കും ഉള്ള ഓണക്കോടി വാങ്ങിക്കണം. ഇത്തവണത്തെ ഓണക്കോടി എൻ്റെ വകയാ. ഇതാ കുറച്ച് പൈസ പിടിച്ചു. എനിക്കൊന്നും വേണ്ട, സാറ് കയറാൻ നോക്ക്. ഇതാ ഇതങ്ങ് പിടിക്കുക. ഇത്തവണ തൻ്റെ ഓണം കൂടി ഞാനും എടുക്കുവാ രാജേന്ദ്ര. മേടിക്കാനുള്ള സാധനത്തിന്റെ ലിസ്റ്റ് ഒന്നും എടുത്തില്ലേ? അപ്പൊ താനത് കണ്ടില്ലേ? ഇന്നലെ തന്നെ അവളുടെ ഫോണിൽ നിന്ന് തൻ്റെ ഫോണിലോട്ട് അയച്ചിട്ടുണ്ടല്ലോ. ഇത് അടുത്ത ഓണത്തിലൂടെ സദ്യ വെക്കാനുള്ള സാധനം ഉണ്ടല്ലോ സാറേ. സകല പരിചയക്കാരെ ഈ ഓണത്തിന് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ഓണം എനിക്ക് അത്ര സ്പെഷ്യലാ രാജേന്ദ്ര. ഇനി ഒരു ഓണം കൂടി ഉണ്ണാനുള്ള ആയുസ് ദൈവം തന്നില്ലെങ്കിൽ പോലും എനിക്കൊരു ദുഃഖവുമില്ല. ഹലോ, ഞാൻ സാറിനോട് ചോദിച്ചിട്ട് വിളിക്കാം. സാറേ, വീട് ക്ലീൻ ചെയ്യാൻ 2 ഭായിമാരെ വിട്ടിട്ടുണ്ടെന്ന്. വീട്ടിലുള്ള തനിച്ചാണല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, സാർ ഈ വണ്ടി ഒന്ന് നിർത്തിക്കേ. തൽക്കാലം സാറ് വീട്ടിലേക്ക് പോകും. ഞാൻ സാധനങ്ങളെല്ലാം എടുത്തു കഴിയുമ്പോൾ സാറിനെ വിളിച്ചോളാം. അന്നേരം സാറ് വണ്ടിയായിട്ട് വന്നാൽ മതി. അതാ നല്ലത്. അല്ലെങ്കിൽ അവള് വിഷമിക്കും. താനൊരു കാര്യം ചെയ്യേ, ഈ പൈസ വെച്ചു. പൈസ കുറച്ച് അധികം ഉണ്ട്. ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി തിരിച്ചു കൊണ്ടുവന്നാൽ മതി. ഇവിടെ ഇപ്പൊ ക്ലീനിങ്ങിന്റെ ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാ ഞാൻ അവരെ പറഞ്ഞു വിട്ടത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാ 2 ഭായിമാരെ പണിക്ക് കിട്ടിയെന്ന് അറിയാമോ? നീ അവരെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാല് എന്താ അമ്പികെ, നിനക്ക് വല്ല വയ്യായികയുണ്ടോ? എന്നെ ഒന്ന് കിടത്തിക്കേ, എനിക്ക് കുറച്ചു നേരം കിടക്കണം. ഹലോ, മോനായിരുന്നോ? നിങ്ങൾ എയർപോർട്ടിലോട്ട് പുറപ്പെട്ടോ? ഇല്ല ചാ,
യുദ്ധത്തിന്റെ പ്രശ്നം കാരണം ഞങ്ങൾ വരാനിരുന്ന ഫ്ലൈറ്റ് ക്യാൻസൽഡാ. ഇനിയിപ്പം തിരുവോണത്തിനെത്താൻ പറ്റും തോന്നുന്നില്ല. ഫ്ലൈറ്റ് സർവീസ് സാധാരണ നിലത്താൻ സമയം എടുക്കച്ചാ. ഞങ്ങൾ വരവ് മിക്കവാറും ക്രിസ്മസിനെ കാണത്തുള്ളൂ. ക്രിസ്മസിനാകുമ്പം അഞ്ജലിക്കും പിള്ളേർക്ക് അവധിയാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് വന്ന് കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യാം. അപ്പോഴേക്കും കമ്പനിയിലെ തിരക്കെല്ലാം മാറി ഞാൻ നിങ്ങളിത് എങ്ങോട്ടാ? മാറി നിൽക്കുമ്പോ എല്ലാം മേടിച്ചു വന്നപ്പോൾ 3-4 ചാക്ക് സാധനമുണ്ട്. കാറെ കൊണ്ടുവരാൻ പാടായിരിക്കും. സാറിനോട് വരണ്ടെന്ന് പറഞ്ഞേരെ. ഞാൻ ഒരു പെട്ടിയോട്ടോ വിളിച്ച് സാധനങ്ങൾ അവിടെ എത്തിച്ചോളാം. ഓണത്തിന് രാജേന്ദ്രന്റെ വീട്ടിൽ ഒരുപാട് വിരുന്നുകാർ കാണുമെന്നല്ലേ പറഞ്ഞത്? എല്ലാം അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഇവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ല. മേഡം എന്തായി പറയുന്നത്? രാജേന്ദ്ര, ഇവിടെ ആകെ എന്താ ശബ്ദം കേട്ടത്? ഹലോ ഹലോ ഹലോ. ചത്താലും തീരാത്ത നശിച്ച കാത്തിരിപ്പ്. ഇനിയും അവനെ കാത്തിരിക്കണം. 3-4 ദിവസം തണുത്ത് മരച്ച് മോർച്ചറിയിൽ.